ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 5-ന് ജപ്പാനെ പിടിച്ചു കുലുക്കുമെന്ന ആശങ്കയിലാണ് ലോകം. കോവിഡ് മഹാമാരിയും അതുപോലെ തന്നെ 2011-ലെ സുനാമിയും കൃത്യമായി പ്രവചിച്ച ആളാണ് റയോ തൽസുഗി. ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഭീതി വർദ്ധിക്കുന്നത്. ഈ ഒരാഴ്ച മുതൽ ഇങ്ങോട്ട് ചെറുതുൾപ്പെടെ 500ഓളം ഭൂമികുലുക്കങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൂടെ ആയപ്പോൾ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ആശങ്ക ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു ഭൂമികുലുക്കം 2011-ന് സമാനമായിട്ടുള്ള ഒരു സുനാമിക്കായിട്ട് ആഞ്ഞടിക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. എന്നാൽ ഇത്തരം പ്രവചനങ്ങൾക്ക് യാതൊരു വിധത്തിലും ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നാണ് ജാപ്പനീസ് ഭരണകൂടം ജനങ്ങളോട് പറയുന്നത്. സാധാരണ ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളിൽ നിന്നും വളരെ അകലത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ തകോഷിമ എന്ന് പറയുന്ന സ്ഥലം. അതിനാൽ ഭയക്കേണ്ടതില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ലോകത്തിൽ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ബാബ വാങ്കി. നാളെയാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ജൂലൈ 5. എന്താകും, എങ്ങനെയാകും, നാളെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ, ദുരന്തഭൂമിയായി മാറുമോ ജപ്പാൻ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ പ്രവചനം സത്യമാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. പ്രവചനങ്ങളൊക്കെ സത്യമാകുമോ? അത്തരത്തിലൊരു മഹാദുരന്തം ഈ ലോകത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ആശങ്കയുടെ മുൾമുനയിലാണ് ജപ്പാനിലെ ആളുകൾ ജൂലൈ 5 എന്നുള്ള ദിവസത്തിനെ കാത്തിരിക്കുന്നത്. ഈ ജൂലൈ 5-നോടനുബന്ധിച്ചിട്ടുള്ള യാത്രകളിൽ ജപ്പാനിലേക്കുള്ള വിമാനയാത്രകളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ പോലും നല്ല രീതിയിൽ കുറവുള്ളതായിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് തന്നെ ജനങ്ങളുടെ ആശങ്ക എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ദിവസത്തെ മുന്നിൽ കണ്ട് താൽക്കാലികമായി രാജ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. ജപ്പാനിലെ ഓഫീസുകളുടെയും ഫാക്ടറികളുടെയും പ്രവർത്തനത്തെ പോലും ഇത് ബാധിച്ചിട്ടുണ്ട്. പ്രവചനങ്ങളൊന്നും സത്യമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.